നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് നദികൾ. കേരളം. മുഖ്യ നദികൾ. കേരളത്തിലെ നദികളുടെ എണ്ണം 44. 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള പുഴയെയാണ് കേരളത്തിന് നദിയായി കണക്കാക്കുന്നത്. 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട്? 11 നദികൾ. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ 3: പാമ്പാർ, കബിനി, ഭവാനി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ 3: പാമ്പാർ, കബനി, ഭവാനി. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ, 244 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ, 244 കിലോമീറ്റർ, 151 മൈലാണ് വരുന്നത്. രണ്ടാമത്തെ നീളം കൂടിയ നദി ഭാരതപ്പുഴ, 209 കിലോമീറ്റർ, 129 മൈൽ. പമ്പ നദി ആകെ നീളം 176 കിലോമീറ്റർ, 109 മൈൽ. പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം സഹ്യപർവ്വതത്തിലെ ശിവഗിരിമല. പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം സഹ്യപർവ്വതത്തിലെ ശിവഗിരിമല. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാർ. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാർ. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദിയാണ് പെരിയാർ. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി പെരിയാർ. ചൂർണി എന്ന് അർദ്ധശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന നദിയാണ് പെരിയാർ. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി മുല്ലയാർ. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി മുല്ലയാർ. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് പെരിയാർ. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാർ. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിനെ മുല്ലയാറിൻ്റെയും സംഗമത്താണ്. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെയും മുല്ലയാറിൻ്റെയും സംഗമ ഭാഗത്താണ്. പെരിയാറിലെ ജലവൈദ്യുത പദ്ധതികൾ പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം. കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ, 244 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ, 16 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ, 16 കിലോമീറ്റർ. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി കബനി. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി പാമ്പാർ. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി കബനി. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി പാമ്പാർ. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം നദി, 19 കിലോമീറ്റർ. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ചെറിയ നദി രാമപുരം നദി. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഐരൂർ പുഴ, 17 കിലോമീറ്റർ. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഐരൂർ പുഴ. മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള. പെരിയാർ നദി മംഗലപ്പുഴ, മാർത്താണ്ഡം പുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്ന സ്ഥലം ആലുവ. പെരിയാർ നദി മംഗലപ്പുഴ, മാർത്താണ്ഡൻ പുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്ന സ്ഥലമാണ് ആലുവ. മംഗലപ്പുഴയുടെ പതനം ഏത് നദിയിലാണ്? ചാലക്കുടി പുഴ. കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം. കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി നെയ്യാർ. പെരിയാറിൻ്റെ തീരത്തുള്ള പ്രസിദ്ധമായ ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ. ശ്രീ ശങ്കരാചാര്യ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്ത്. ആദിശങ്കര കീർത്തി സ്തംഭവ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്ത് കാലടി. ആലുവ പുഴ, കാലടി പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. ആലുവ പുഴ, കാലടി പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി പെരിയാർ. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാർ. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ. പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ.
ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേര് ശോകനാശിനി പുഴ. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരാണ് ശോകനാശിനി പുഴ. നിള എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ. പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് ഭാരതപ്പുഴ. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി പമ്പ. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി പമ്പ നദി. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ. ദക്ഷിണ ഭഗീരഥി, ബാരിസ് എന്നറിയപ്പെടുന്ന നദി പമ്പ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. മുരാട് പുഴ എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. പയസിനി എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴ. തലയാർ എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന നദി പാമ്പാർ. തലയാർ എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന നദി പാമ്പാർ. പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, എറണാകുളം. പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, എറണാകുളം. പെരിയാറിൻ്റെ പതനസ്ഥാനം വേമ്പനാട് കായൽ. പെരിയാറിൻ്റെ പതനസ്ഥാനം വേമ്പനാട് കായൽ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഭാരതപ്പുഴ, 209 കിലോമീറ്റർ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. ഭാരതപ്പുഴയുടെ ഉത്ഭവം ആനമല. ഭാരതപ്പുഴയുടെ ഉത്ഭവം ആനമല. ഗായത്രി പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലം മായന്നൂർ, തൃശ്ശൂർ. പറളിയിൽ വെച്ച് ഭാരതപ്പുഴ ചേരുന്ന പോഷക നദിയാണ് കണ്ണാടിപ്പുഴ. പറളിയിൽ വെച്ച് ഭാരതപ്പുഴ ചേരുന്ന പോഷക നദി കണ്ണാടിപ്പുഴ. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴ. കുന്തിപ്പുഴ ഏത് നദിയുടെ പ്രധാന ഉപനദിയാണ്? തൂതപ്പുഴ. തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം സൈലന്റ് വാലി. തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം സൈലന്റ് വാലി. മാമാങ്കം നടന്നിരുന്ന നദീതീരം ഭാരതപ്പുഴ. മാമാങ്കം നടന്നിരുന്ന നദീതീരം ഭാരതപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിക്കുന്നത് ഭാരതപ്പുഴയിൽ. പാലക്കാട് ജില്ലയിലെ മാന്നന്നൂരിലെ തൃശ്ശൂർ ജില്ലയിലെ പൈങ്കുളത്തെയും ബന്ധിപ്പിക്കുന്നു. ഭാരതപ്പുഴ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ ഡാം. ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ ഡാം. ഭാരതപ്പുഴ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം പൊന്നാനി തുറമുഖം. ഭാരതപ്പുഴ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം. ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടലിൽ. ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടലിൽ. ഭാരതപ്പുഴ കടലിനോട് ചേരുന്ന സ്ഥലം പൊന്നാനി. ആദ്യ കോൺക്രീറ്റ് അണക്കെട്ടായ മാട്ടുപ്പെട്ടി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് പെരിയാർ. ആദ്യ കോൺക്രീറ്റ് അണക്കെട്ടായ മാട്ടുപ്പെട്ടി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാർ. ശബരി ഡാം, കക്കി ഡാം, കക്കാട് ഡാം എന്നിവ ഏതു നദിയിലാണ്? പമ്പ. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദി കരമനയാർ. കക്കയം ഡാം സ്ഥിതി ചെയ്യുന്ന നദി കുറ്റ്യാടി നദി. കക്കയം ഡാം, കുറ്റ്യാടി നദി. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നദിയാണ് കബനി. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നദി വളപട്ടണം പുഴ, കണ്ണൂർ. പഴശ്ശി ഡാം, വളപട്ടണം നദി. പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്ന നദി പന്നിയാർ, ഇടുക്കി. യൂറോപ്യന്മാരുടെ കാലത്ത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിക്കപ്പെട്ട നദി മയ്യഴിപ്പുഴ. യൂറോപ്യന്മാരുടെ കാലത്ത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിക്കപ്പെട്ട നദിയാണ് മയ്യഴിപ്പുഴ. മയ്യഴിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം വയനാട്. തലശ്ശേരിയെയും മാഹിയെയും തമ്മിൽ വേർതിരിക്കുന്ന നദിയാണ് മയ്യഴിപ്പുഴ. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ചിതാഭസ്മം ഭാരതപ്പുഴയിൽ നിക്ഷേപിച്ചത് കേരളത്തിൽ എവിടെ വെച്ചാണ്? തിരുനാവായ. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശിമംഗലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഭാരതപ്പുഴ. നിളയുടെ
കഥാകാരൻ എന്നറിയപ്പെടുന്നത് MD വാസുദേവൻ നായർ. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MD വാസുദേവൻ നായർ. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായർ. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായർ. കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പ, 176 കിലോമീറ്റർ. പമ്പ നദി ഉത്ഭവിക്കുന്നത് പുളിച്ചിമല, ഇടുക്കി. പമ്പ നദി ഉത്ഭവിക്കുന്നത് പുളിച്ചിമല, ഇടുക്കി. പമ്പാ നദി പതിക്കുന്നത് വേമ്പനാട്ട് കായലിൽ. പമ്പാ നദി പതിക്കുന്നത് വേമ്പനാട്ട് കായലിൽ. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട്. പമ്പ നദിയെ മാലിന്യമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം ആരംഭിച്ച പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാൻ. മാരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം, ആറന്മുള വള്ളംകളി എന്നിവ നടക്കുന്ന നദീതീരം പമ്പ നദീതീരം. മാരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം, ആറന്മുള വള്ളംകളി എന്നിവ നടക്കുന്ന നദീതീരം പമ്പ നദീതീരം. ശബരിമല, ഇടത്വ പള്ളി എന്നിവ സ്ഥിതി ചെയ്യുന്ന നദീതീരം പമ്പ. തിരുവിതാംകൂറിൻ്റെ ജീവനാഡി പമ്പ. തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി പമ്പ. പമ്പ നദിയുടെ പോഷക നദികൾ അച്ചൻകോവിലാർ, കക്കി, കല്ലാർ, അഴുത. പമ്പ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടം പെരുന്തേനരുവി. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന നദി പമ്പ നദി. ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്ന നദി പമ്പ നദി. രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്ന നദി പമ്പ നദി. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, പമ്പ ചമ്പക്കുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്ന നദി പമ്പ നദി. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴ. ചിമ്മിണി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി കുറുമാലിപ്പുഴ. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. ഇരവികുളം, മറയന്നൂർ, ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ. ഇരവികുളം, മറയൂർ, ചിന്നാർ വന്യജീവി സങ്കേതങ്ങളിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പെരിയാർ. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പെരിയാർ. കേരളത്തിലെ നാലാമത്തെ നീളം കൂടിയ നദിയാണ് ചാലിയാർ, 169 കിലോമീറ്റർ. ചാലിയാറിൻ്റെ ഉത്ഭവം ഇളമ്പലേരിക്കുന്ന്, വയനാട്. കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് ചാലിയാർ. കല്ലായിപ്പുഴ, ബേപ്പൂർ പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ചാലിയാർ. കല്ലായിപ്പുഴ ഒഴുകുന്ന ജില്ല കോഴിക്കോട്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ നദീതീരം ചാലിയാർ. ചാലിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം ഫറൂഖ്. മലിനീകരണത്തിൽ 1-ാം സ്ഥാനത്തുള്ള നദിയാണ് ചാലിയാർ. മലിനീകരണത്തിൽ 1-ാം സ്ഥാനത്തുള്ള നദി ചാലിയാർ. കേരളത്തിൽ ജലമലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ചാലിയാർ കലാപം. കേരളത്തിൽ ജലമലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ചാലിയാർ പ്രക്ഷോഭം. ചാലിയാർ സംരക്ഷണ സമിതിയുടെ സ്ഥാപക നേതാവ് KA റഹ്മാൻ. ചാലിയാർ സംരക്ഷണ സമിതിയുടെ സ്ഥാപക നേതാവ് KA റഹ്മാൻ. കേരളത്തിലെ 5-ാമത്തെ നീളം കൂടിയ നദി ചാലക്കുടിപ്പുഴ, 145.5 കിലോമീറ്റർ. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ചാലക്കുടിപ്പുഴ. ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ വെള്ളച്ചാട്ടങ്ങൾ ആതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ആതിരപ്പള്ളി. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ആതിരപ്പള്ളി. ചാലക്കുടി പുഴ പതിക്കുന്നത് പെരിയാർ. ചാലക്കുടി പുഴ പതിക്കുന്നത് പെരിയാർ. ഇലന്തിക്കരയിൽ വെച്ച് ചാലക്കുടി പുഴ പെരിയാറുമായി ചേരുന്നു. പിന്നീട് ഇവ ഒന്നിച്ചൊഴുകി കൊടുങ്ങല്ലൂർ കായലുമായും അതിനുശേഷം അറബിക്കടലുമായി ചേരുന്നു. പറമ്പിക്കുളം, കുരിയാർകുട്ടി, ഷോളയാർ, കാരപ്പാറ, ആനക്കയം എന്നീ പുഴകൾ ചേർന്ന് രൂപം കൊള്ളുന്ന നദിയാണ് ചാലക്കുടി പുഴ.
കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകമാണ് വൈന്തല തടാകം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയുടെ ഉത്ഭവസ്ഥാനം ബാലപ്പൂണിക്കുന്നുകൾ. തലപ്പാടി പുഴ എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയുടെ പതനസ്ഥാനം ഉപ്പളക്കായൽ. മഞ്ചേശ്വരം പുഴയുടെ പതനസ്ഥാനം ഉപ്പളക്കായൽ. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചാലിപ്പുഴ. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചാലിപ്പുഴ. പരവൂർ കായലിൽ പതിക്കുന്ന നദി ഇത്തിക്കരപ്പുഴ. പരവൂർ കായലിൽ നദിക്കുന്ന നദി ഇത്തിക്കരപ്പുഴ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി നെയ്യാറ്. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ഏത് നദിയുടെ തീരത്താണ്? നെയ്യാർ. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ഏത് നദിയുടെ തീരത്താണ്? നെയ്യാർ. കിള്ളിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രം ആറ്റുകാൽ ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി കുന്തിപ്പുഴ. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി കുന്തിപ്പുഴ. കേരളത്തിൽ മലിനീകരണം കൂടിയ നദി ചാലിയാർ. കേരളത്തിൽ മലിനീകരണം കൂടിയ നദി ചാലിയാർ. മലിനീകരണം കുറഞ്ഞ നദി കുന്തിപ്പുഴ. കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന പ്രമുഖ നദി വളപട്ടണം നദി. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യരുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദി ചന്ദ്രഗിരി പുഴ. കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ. ചന്ദ്രഗിരി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം 12. ഏറ്റവും അധികം ജില്ലകളിലൂടെ കടന്നു പോകുന്ന കേരളത്തിലെ നദി മൂവാറ്റുപുഴയാറ്. ഏറ്റവും അധികം ജില്ലകളിലൂടെ കടന്നു പോകുന്ന കേരളത്തിലെ നദി മൂവാറ്റുപുഴയാർ. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദി കല്ലടയാർ. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദി കല്ലടയാർ. കല്ലടയാറിൻ്റെ പതനസ്ഥാനം അഷ്ടമുടിക്കായൽ. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കല്ലട നദിയിൽ, കൊല്ലം. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കല്ലട നദിയിൽ. മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് കോട്ടയം. കൃതികളും നദികളും. വില്യം ലോഗൻ്റെ മലബാർ മാനുവൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി കോരപ്പുഴ. വില്യം ലോഗൻ്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് കോരപ്പുഴ. ഒ വി വിജയൻ്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി തൂതപ്പുഴ. ഒ വി വിജയൻ്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി തൂതപ്പുഴ. എസ് കെ പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഇരുവഞ്ഞിപ്പുഴ. ബുക്കർ സമ്മാനം ലഭിച്ച അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയിൽ പരാമർശിച്ചിരിക്കുന്ന നദി മീനച്ചിലാർ. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, പാമ്പാർ, ഭവാനി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? കാവേരി. തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ നദികളാണ് പാമ്പാർ, ഭവാനി. കബനി. വയനാട് ജില്ലയിൽ ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി. ഏതെല്ലാം നദികൾ കൂടിച്ചേർന്നാണ് കബനി നദി രൂപപ്പെടുന്നത്? പനമരം, മാനന്തവാടി നദികൾ. കബനി നദിയുടെ ഉത്ഭവം തൊണ്ടാർമുടി, വയനാട്. കബനി നദി ഒഴുകുന്ന ജില്ല വയനാട്. കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം നാഗർഹോൾ ദേശീയോദ്യാനം, കർണാടക. കബനി നദി പതിക്കുന്നത് കാവേരി നദിയിൽ. കേരളത്തിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന വലിയ നദിയാണ് കബനി നദി. കേരളത്തിൽ കബനി നദിയുടെ നീളം 57 കിലോമീറ്റർ. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് കബനി നദി. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനി നദി. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി കബനി. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി കബനി. പാമ്പാർ. കേരളത്തിൽ പാമ്പാറിൻ്റെ നീളം 25 കിലോമീറ്റർ. പാമ്പാർ ഒഴുകുന്ന ജില്ല ഇടുക്കി. ദേവികുളത്ത് ഉത്ഭവിച്ച് കേരളത്തിലൂടെ തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ദേവികുളത്ത് ഉത്ഭവിച്ച് കേരളത്തിലൂടെ തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദി പാമ്പാർ.
തലയാർ എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് പാമ്പാർ. പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പ്രധാന പോഷക നദി അമരാവതി. പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പ്രമുഖ പോഷക നദി അമരാവതി. പാമ്പാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്? ആനമുടി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുത് പാമ്പാർ. തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? പാമ്പാർ. പാമ്പാർ പതിക്കുന്നത് കാവേരി നദിയിൽ. ഭവാനി. ഭവാനി നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്? നീലഗിരി കുന്നുകൾ. കേരളത്തിൽ ഭവാനി നദിയുടെ നീളം 38 കിലോമീറ്റർ. ഭവാനി നദി ഒഴുകുന്ന ജില്ല പാലക്കാട്. ഭവാനി പുഴയിൽ എത്തിച്ചേരുന്ന പ്രധാന നദികൾ ശിരുവാണി, വരകാർ. ഭവാനിപ്പുഴ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം കൽക്കണ്ടയൂർ. ഭവാനി നദി പതിക്കുന്നത് കാവേരി നദിയിൽ. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഭവാനി. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി ഭവാനി. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏത്? ശിരുവാണി. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ശിരുവാണി. കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്താനായി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് ശിരുവാണി.